ലെച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ, ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണ്, നിങ്ങളെ കുറിച്ച് അവരെന്തൊക്കെയാണ് ആലോചിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗും കൂടിയാണ്. ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം. നമുക്കിവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് 8 ഓഫ് സോർട്സ് റിവേഴ്സ് ആണ്. അതായത് ഈ ഒരു വ്യക്തി കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ, പേടിയിലൂടെ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിപ്പോ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ വളരെയധികം തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും ഒരു പേടി ഉണ്ടായിരുന്നിരിക്കാം. അതായത് ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, പ്രശ്നം ആവാനുള്ള സാധ്യതയുണ്ടോ, ഉദ്ദേശിച്ച പോലെ പോവില്ല, ഉദ്ദേശിച്ച പോലെ അത് മുന്നോട്ട് പോവില്ല, അത്തരത്തിലുള്ള ചില പേടികൾ ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ തന്നെ ആ ട്രോമയുടെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ട്രോമകളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ട്രോമയാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വളരെയധികം നെഗറ്റീവായിട്ടുള്ള പേടിയും, അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും, അതുപോലെ ടെൻഷൻ, ആർഗ്യുമെന്റ്സ്, തർക്കങ്ങള്, അതുപോലെ ബ്ലോക്ക് ചെയ്യുക, എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു പോവുക, നോ കോണ്ടാക്റ്റിലായിരിക്കുക. തീർച്ചയായിട്ടും നമുക്കിത് നോ കോണ്ടാക്റ്റിലായിട്ടുണ്ടായിരുന്ന വ്യക്തികളെയൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത്തരം സിറ്റുവേഷനിലുള്ള ആയിരുന്ന വ്യക്തി, നിങ്ങളുടെ വ്യക്തി, ഇപ്പോൾ അതിൽ നിന്നും തീർത്തും പുറത്തേക്ക് വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ ആ ഒരു പേടി, അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ, ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് മാറിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ അവരുടെ ഇൻറ്റ്യൂഷനൊക്കെ വളരെയധികം ഇംപ്രൂവ് ആയിട്ടുള്ളതായിട്ട്, അതായത് ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിൽ നിന്ന്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അവർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ ഒരു ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റ്യൂഷനൊക്കെ വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്മച്യൂർ ആയിരുന്ന ഒരു വ്യക്തി ആയിരുന്നു ഈ ഒരു വ്യക്തി എങ്കിൽ, ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ, കുറെ പേർക്കൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ തന്നെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ അവരുടെ കോളോ മെസ്സേജോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ അത്തരം കോണ്ടാക്ട് ഒന്നും ലഭിച്ചിട്ടില്ലാത്ത വ്യക്തികൾക്ക് ഉടനെ തന്നെ അവരുടെ ഒരു കോളോ മെസ്സേജ്, അല്ലെങ്കിൽ അവരെ അൺബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത, അതെല്ലാം നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെ നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ ലാസ്റ്റ് സീന് നോക്കുന്നതായിരിക്കാം. നിങ്ങളുടെ അപ്ഡേറ്റ്സുകൾ, നിങ്ങൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഇതെല്ലാം ശ്രദ്ധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ബ്ലോക്ക് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവാം. എന്തായാലും നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ വ്യക്തി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഒരു വ്യക്തി മാറിയിട്ടുണ്ട്. നിങ്ങൾ ഒന്നിച്ച് ഒരു ഡേറ്റിങ്ങിന് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒന്നിച്ച് സമയം ചെലവഴിക്കണമെന്നും, നിങ്ങൾക്ക് വേണ്ടി അവരുടെ പണം സ്പെൻഡ് ചെയ്യണമെന്നും എല്ലാം, അതായത് നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടൊക്കെ ആ ഒരു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യണമെന്ന്, നിങ്ങളെ കാണണമെന്ന്, നിങ്ങളോട് ഒന്നിച്ച് സമയം ചെലവഴിക്കണമെന്നെല്ലാം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി 6 ഓഫ് കപ്സ് എനർജിയാണ്. വളരെയധികം ഒരു നൊസ്റ്റാൾജിക് ഫീലിലാണ്
ഉള്ളത്. അപ്പോ ഇതൊരു നൊസ്റ്റാൾജിക് കാർഡ് മാത്രമല്ല, റീയൂണിയന്റെ കാർഡും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അത് കാണാൻ കഴിയുന്നത്, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാറി നിന്ന അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം സെപ്പറേറ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിന്റെ നേരെ താഴെയായിട്ടാണ് നമുക്ക് 6 of Cups വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു റീയൂണിയന്റെ കാർഡ് കൂടിയാണ്. ഈ ഒരു വ്യക്തിയുമായിട്ട് ഒന്നോ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് അടുപ്പം ഉണ്ടായിരുന്നിരിക്കാം, അല്ല എങ്കിൽ കുറച്ചു കാലത്തെ ബന്ധമാണെങ്കിൽ പോലും അത്രയും ഡീപ്പായിട്ടുള്ള ഒരു വ്യക്തി ആണ് ഈ ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ വളരെയധികം നിങ്ങളുടെ ആ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ വളരെയധികം ഈ വ്യക്തി എപ്പോഴും ഓർക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ അവര് ഈ നിങ്ങളുടെ നല്ല നിമിഷങ്ങളെ കുറിച്ച്, നിങ്ങളുമായി ഇരുന്നിരുന്ന നിമിഷങ്ങളെ കുറിച്ച് വളരെ നന്നായിട്ട് അവര് ചിന്തിക്കുന്നതായിട്ടും ഓർക്കുന്നതായിട്ടും അതൊക്കെ തിരിച്ചു കിട്ടണം അവർ ആഗ്രഹിക്കുന്നതായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പേജ് ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് വാൺസ് എനർജിയാണ്. എല്ലാം ന്യൂ ബിഗിനിങ്ങിന്റെ കാർഡ് നമുക്ക് 2-3 കാർഡ് ന്യൂ ബിഗിനിങ്ങിന്റെ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യലി ആയാലും എല്ലാം ഒരു തുടക്കം, ഒരു പുതിയ ഒരു തുടക്കം. അതുപോലെ നിങ്ങളോടൊരു വളരെ നല്ലൊരു പാഷൻ ഒക്കെ ഈ വ്യക്തിക്കുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഒന്നിൽ നിന്ന് വീണ്ടും തുടങ്ങാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത് പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ വളരെ പതുക്കെ പതുക്കെ ഇത് മുന്നോട്ട് പോകണമെന്നും അത് സ്ട്രോങ് ആയിട്ട് ഭാവിയിൽ ഒരു സ്ട്രോങ് ആയി മാറണമെന്നുമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൺ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വിദേശത്ത് ഉള്ള വ്യക്തി അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനെല്ലാം ഒരു അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ളൊരു ആക്ഷൻ ഈ ഒരു വ്യക്തി എടുക്കുന്നതായിട്ട്, ആ വ്യക്തി ഇങ്ങോട്ട് വരുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടൊക്കെ എങ്ങനെയായാലും നിങ്ങൾക്ക് കാണാനുള്ള ഒരു സാധ്യത, ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികൾക്ക് കാണാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട്. അതിനെല്ലാം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കൃത്യമായിട്ടുള്ള ഒരു, നേരത്തെ നമ്മൾ പറഞ്ഞ അവർക്കൊരു ഗൈഡൻസ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സ്വയം അവരുടെ ഇന്നർ ഗൈഡൻസ് ആയിരിക്കാം. ആ ഒരു ഇന്നർ ഗൈഡൻസിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഉള്ളിൽ നിന്ന് അവർക്ക് വന്നിട്ടുള്ള അവരുടെ ഒരു സെൽഫ് വോയിസ്, ആ ഒരു കാര്യത്തിൽ നിന്നായിരിക്കാം അവർക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത്. അല്ല എങ്കിൽ തീർത്തും പുറമേ നിന്ന് ഒരു വ്യക്തിയുടെ ഒരു അഡ്വൈസ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർ ഈ ഒരു അഡ്വൈസ് സ്വീകരിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് അവര് ആരിൽ നിന്നോ സ്വീകരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വിവാഹം നോക്കുന്ന വ്യക്തികൾക്ക് വളരെ നല്ലൊരു കാർഡാണ്. ഒരു പുതിയ റിലേഷൻഷിപ്പ് നോക്കുന്ന വ്യക്തികൾക്കും പുതിയ റിലേഷൻഷിപ്പ്, ന്യൂ ബിഗിനിങ്ങിന് 3 കാർഡ് നമുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തീർത്തും പുതിയ ഒരു ബന്ധം ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുതിയ ബിഗിനിങ് തന്നെയാണ് വരാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്, അതായത് വിവാഹം പോലുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കും വളരെ നല്ലൊരു ടൈം ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തില് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇനിയും അത്തരം ആ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെ നിൽക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഇനിയും ഈ വേദന സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, പെയിൻഫുൾ ആയിട്ടുള്ള, അതായത് ഒരുപാട് നഷ്ടങ്ങള്, വേദനകള്, ബാക്ക് സ്റ്റാബിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അത്രയധികം തളർന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരാൻ എന്താണ് വേണ്ടത് എന്ന് വ്യക്തി ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ പറയുന്നു, ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളാണെങ്കിൽ അവര് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, നിങ്ങളെ കാണാനായിട്ട് അവര് പ്ലാൻ ചെയ്യുന്നു എന്ന് നമുക്കിവിടെ കൃത്യമായിട്ട് പറയാൻ കഴിയും. അപ്പൊ ഈ ഒരു വ്യക്തി അവരുടെ വേദനകളിൽ നിന്ന് മുന്നോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ മുന്നോട്ട് വരുന്നത് ഒരു ട്രാൻസിഷൻ തന്നെയാണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട്
അവരുടെ ഒരു ലൈഫ്, അതായത് നിങ്ങളുടെ ഒരു ലൈഫ് മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളും ഒന്നിച്ച് ഒരു ഹാപ്പി ഫാമിലി, 10 ഓഫ് കപ്സ് എനർജിയാണ് നമുക്ക് ഇവിടെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി സിറ്റുവേഷൻ, അതായത് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോവാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് കാർഡാണ്. ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് പോകുന്നതാണ്. ഒരു സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇപ്പോഴുള്ള എല്ലാ നെഗറ്റീവ് സിറ്റുവേഷനും മാറി വളരെ പോസിറ്റീവായിട്ട് ഒരു നിങ്ങൾ ആഘോഷിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഫാമിലി ഒന്നിച്ച്, ഹസ്ബൻഡ് ഒന്നിച്ച്, വൈഫ് ഒന്നിച്ച്, അല്ലെങ്കിൽ കുട്ടികളൊന്നിച്ച്, നിങ്ങളുടെ പാർട്ട്ണർ ആരാണോ നിങ്ങളുടെ ആ പാർട്ട്ണർ ഒന്നിച്ചെല്ലാം വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു. ഒരു സെലിബ്രേഷൻ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, വളരെ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ലെറ്റർ എഫ്, ലെറ്റർ ഡി, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, നമ്പർ 27, August month, number 16, number 1, May month, Uttaram Nakshatram, Moolam Nakshatram, number 19, Alappuzha district, number 2, Avittam Nakshatram, ഫെബ്രുവരി മന്ത്. ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ എനർജി നിങ്ങളുമായിട്ട് റെസനേറ്റ്, ഈ ചില സിറ്റുവേഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിയുടെ സിറ്റുവേഷൻ ഒക്കെ. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ അങ്ങനെ ഒരു എനർജിയിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.